ഞാൻ ഡോക്ടർ MP മണി. നല്ല ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വളരെ ആവശ്യമുള്ളൊരു ഘടകമാണ് ഉറക്കം. അപ്പോൾ ഈ പ്രായം കൂടി വരുന്തോറും ഈ ഉറക്കം കുറഞ്ഞു വരും ഒരുപാട് പേരിൽ. അതാണ് എൻ്റെ വേറൊരു പ്രത്യേകതകൾ. ഈ ശാന്തമായ ഉറക്കമാണ് നല്ല ആരോഗ്യത്തിന് നമുക്ക് വളരെ ആവശ്യമായിട്ട് രോഗങ്ങൾ വരാതിരിക്കാൻ കൂടി അതാണ് ആവശ്യമായിട്ടുള്ളത്. നല്ല മാനസികാവസ്ഥ സൂക്ഷിക്കാൻ നന്നായിട്ട് ഉറങ്ങണം. ആ ഉറക്കം ശാന്തമായിരിക്കണം. പക്ഷേ പ്രായം കൂടുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് പേർക്ക് ഇത് നഷ്ടമാകും. നല്ല ഉറക്കം എന്നുള്ളത് അവർക്ക് ഇല്ലാതാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഉറക്കമില്ലാതാകുന്നു എന്ന് മാത്രമല്ല, ഈ ഉള്ള ഉറക്കമുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് അവർ ഉറങ്ങും. ആ ഉറക്കം മുറിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരും അവർ. അപ്പോൾ ഈ ഉറക്കമില്ലാത്ത അവസ്ഥയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഇൻസോംനിയ എന്നാണ്. ഇതനുഭവിക്കുന്ന ജനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ പ്രായം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇതിൽ വൈദ്യശാസ്ത്രം വളരെ അടിവരയിട്ട് പറയുന്നൊരു കാര്യം, ഈ 7 മുതൽ 8 മണിക്കൂർ വരെ സുഖമായി ഉറങ്ങണം നല്ല ആരോഗ്യത്തിനെന്നാണ്. 5 മണിക്കൂറിൽ താഴെ ഉറങ്ങുമെന്ന് വെച്ചാൽ അത് ഈ നല്ല ഉറക്കമാകണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണരുന്ന ഉറക്കം ഡിസ്റ്റർബ്ഡായിരിക്കും അവർ. അങ്ങനെയുള്ളവരിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ഈ 7 മുതൽ 8 മണിക്കൂർ വരെ സുഖമായി ഉറങ്ങുന്നവരെ അപേക്ഷിച്ച് 5 മണിക്കൂറിൽ താഴെ മാത്രം ഉറങ്ങുന്നവരിൽ, അതും ഈ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്ന ഉറക്കമുള്ളവരിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ പ്രമേഹ ബാധിതരിൽ ഈ പ്രശ്നം വളരെ ഗുരുതരമാണ്. അവർക്ക് ഈ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഉറക്കം ശരിയായി ലഭിക്കാത്തവരിൽ, ഈ ഇൻസോംനിയ അനുഭവിക്കുന്നവരിൽ കൊളസ്ട്രോളിൻ്റെ നിലയും രക്തസമ്മർദ്ദ നിലയും ഉയരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ പൊണ്ണത്തടിയും അമിത ശരീരഭാരവും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായി ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ഡിസ്റ്റർബ്ഡായ ഉറക്കം, ഇടയ്ക്കിടയ്ക്ക് ഉണരുക, അസ്വസ്ഥരാകുക, ഇത്തരം അനുഭവമുള്ളവർ ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറെ കാണുക, രക്തപരിശോധന നടത്തുക. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ നില, പഞ്ചസാരയുടെ നില, രക്തസമ്മർദ്ദം, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ആയുർവേദത്തിൽ ഇതിന് വ്യക്തമായ പരിഹാരമുണ്ട്. പ്രത്യേകിച്ച് ഈ അമുക്കുരം, അശ്വഗന്ധ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അശ്വഗന്ധ. അമുക്കുരം ചേർന്ന മരുന്നുകൾ ഇതിന് വളരെ ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കണം. ഇത്തരം പരിശോധനകൾ നടത്തിയതിന് ശേഷം വേണം കഴിക്കാൻ. അത് വളരെ ഫലപ്രദമാണ്. അതാണ് രസം. ഇത്തരം കാര്യങ്ങളിൽ അത് സുഖമായി ഉറക്കം കിട്ടാൻ മാത്രമല്ല, മനസ്സിന് പ്രശാന്തത പ്രദാനം ചെയ്യാൻ കൂടെ ഈ അമുക്കുരത്തിന് ശേഷിയുണ്ട്. അമുക്കുരം ചേർന്ന് ഒരുപാട് ഔഷധ യോഗങ്ങളുണ്ട്, ഒരുപാട് മരുന്നുകൾ കിട്ടാനുണ്ട്. പക്ഷെ അത് ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണം കഴിക്കാൻ. അല്ലാതെ ഉടനെ കടയിൽ പോയിട്ട് അത് വാങ്ങി കഴിക്കുന്ന ആ ഒരു ശീലം അത്ര നല്ലതല്ല. ഇത് കഴിക്കുന്നതിന് മുമ്പ് ഈ രക്തപരിശോധന നടത്തണം, രക്തസമ്മർദ്ദത്തിൻ്റെ നില പരിശോധിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് കൂടെ പരിഹാരം കാണാൻ കഴിയും. ഇപ്പോൾ ഒരാളിൽ രക്തസമ്മർദ്ദത്തിൻ്റെ നില, കൊളസ്ട്രോളിൻ്റെ നില, പഞ്ചസാരയുടെ നിലയൊക്കെ ഉയർന്ന് കാണുകയാണെങ്കിൽ, അത് ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ, അത് ശാസ്ത്രീയമായി ചികിത്സിക്കാനും അതിന് പരിഹാരം കാണാനും കൂടെ നമുക്ക് സാധ്യമാണ്. അപ്പോൾ അതും ഈ ഭാവിയിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത ഒഴിവാക്കാൻ സഹായിക്കും. വേറൊരു കാര്യം പറയാനുള്ളത്, ദിവസം 9 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നത് നല്ല ആരോഗ്യത്തിന് നല്ലതല്ല എന്നറിയുന്നതും കൂടെ നല്ലതാണ്.